ഫ്രണ്ട്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്ന അപ്രൻറ്റീഷിപ്പ് അല്ല. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറുപടി നൽകാൻ നിർവാഹമില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്നുള്ള പോസിബിൾ അല്ല. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് മാത്രമായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം സഹകരിക്കുക. വീഡിയോയിൽ ഒരുവിധ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. വീഡിയോയിൽ നിന്ന് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങൾക്ക് കാണാൻ 68.5K ആയിട്ടുണ്ട്. അതൊരു 100Kയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഓഗസ്റ്റ് 12 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനിൽ മെക്കാനിക്കലും വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കലിൽ നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡിപ്ലോമ നിങ്ങൾ 60% മാർക്കോടുകൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻഷിപ്പിലും അതുപോലെ തന്നെ CAD ഒക്കെ യൂസ് ചെയ്യാനുള്ള നല്ല അറിവുണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പം ഈ പറയുന്ന ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അടുത്തത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതോടൊപ്പം തന്നെ 60% നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന CADും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻഷിപ്പൊക്കെ നല്ല രീതിയിൽ ഉള്ള ആ ഒരു നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട ഡേറ്റുകളാണ്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 14 ഓഗസ്റ്റാണ്. ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 31 ഓഗസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓഗസ്റ്റ് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്കുള്ള വേക്കൻസി ഇവിടെ കാണാം. മെക്കാനിക്കലിൽ നിങ്ങൾക്ക് ജനറൽ 26, OBC 10, SC 6, EWS 4 അങ്ങനെ 46 വേക്കൻസിയും. ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് 9, ജനറൽ 6, OBC, SC 2, EWS 1 അങ്ങനെ 18, ടോട്ടൽ 64 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാൻ എക്സ്പീരിയൻസും വേണ്ട. പക്ഷേ നമുക്ക് ഈ പറയുന്ന CADും അതുപോലെ CADിലൊക്കെ ഉള്ളൊരു എന്താണ് നമുക്കത് ഉപയോഗിക്കാനുള്ളൊരു സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെ പീരീഡ് ഓഫ് ട്രെയിനിങ് ആണ്. പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ വർഷം അതിൻ്റെ എൻഡിൽ നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് എൻട്രി കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ 2 വർഷം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം കൂടി നമുക്ക് എന്ത് ചെയ്യും, അവിടെ തുടരാനുള്ള കരാറടിസ്ഥാനത്തിൽ തുടരാനുള്ള ഒരു അവസരം നമുക്ക് CSL തരും. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് കരാറടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ ഒരു സാധ്യതയുള്ളൊരു പോസ്റ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല. കാരണം നമുക്ക് 2 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഓക്കെയാണ് അവരുടെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന 3 വർഷത്തേക്ക് തുടരാൻ അവിടെ അനുവദിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് റിന്യൂ ചെയ്ത് വീണ്ടും കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്തുള്ളൊരു സ്റ്റൈപ്പൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് 14,000 പെർ മന്താണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഇയറിലാണെങ്കിൽ 20,000 പെർ മന്ത് ലഭിക്കും. എക്സ്ട്രാ അവറിന് നമ്മൾ പെർ മന്തിൽ നമുക്ക് ഒരു 4,480 5,000 എന്ന് പറയുന്ന രീതിയിൽ ആദ്യ വർഷം 4,480, രണ്ടാം വർഷം നിങ്ങൾക്ക് 5,000 എന്നുള്ള ലെവലിൽ പെർ മന്തിൽ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അപ്രൻറ്റിഷിപ്പ് കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എന്താണ് ഉള്ളൊരു ഫ്രഷേഴ്സിനുള്ള എൻട്രി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് 25 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 31 ഓഗസ്റ്റ് 2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അതിലേക്ക് 25 വയസ്സ് കഴിയാൻ പാടില്ല. മിനിമം ഏജ് 18 ആണെന്നുള്ള മനസ്സിലാക്കാം. ഇത് മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഫേസ് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയുള്ള ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫേസ് 2 നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്ലോമക്ക് നമുക്ക് അവർ തരുന്ന 20 മാർക്കാണ്. പിന്നെ ഫേസ് 1 നമുക്ക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി 20 മാർക്ക് തരുന്നുണ്ട്. പിന്നെ ഫേസ് 1 നമുക്ക് 50 മാർക്കാണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് വരുന്നത്. ഫേസ് 2 നമുക്ക് വരുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. CAD സോഫ്റ്റ്വെയർ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. 30 മാർക്കാണ്. അങ്ങനെ 100 മാർക്കാണ് അതിന് ടോട്ടലായിട്ട് വരുന്നത്. പിന്നെ അപേക്ഷകളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ കൊച്ചിയിൽ മാത്രമായിട്ടും ചിലപ്പം അത് ചുരുങ്ങാം. അത് അപേക്ഷയുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് നിൽക്കും. ഇനി ഫേസ് 1 നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ പാർട്ട് എയും പാർട്ട് ബിയും വരുന്നുണ്ട്. പാർട്ട് എയിൽ ജനറലും പാർട്ട് ബിയിൽ സബ്ജക്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പാർട്ട് എയിൽ വരുന്നത് നിൽക്കണം ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ സബ്ജക്ട് റിലേറ്റഡ് എല്ലാം 30 ക്വസ്റ്റ്യൻ, അങ്ങനെ 50 ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് 600 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അത് നമുക്ക് ഡെബിറ്റ് കാർഡ്, ATM കാർഡൊക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഈ പറയുന്ന SC ST കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ കേട്ടോ.
ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈറ്റിലേക്കായിരിക്കും വരിക. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ ഈ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ലോഡിംഗ് ആയിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ ഫോമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ കൊടുക്കുക. ക്യാപ്ച കോഡ് അടിച്ച് നമ്മളത് വെരിഫൈ ചെയ്ത് നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നിശ്ചയമായൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ ലോഗിൻ കാണാം. നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്ത് പോകേണ്ടത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയാണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ഇത്തരം വീഡിയോസിൻ്റെയൊക്കെ എന്താണ് അപ്ലിക്കേഷൻ ഫോമിൻ്റെ വീഡിയോസുമാണ് നമ്മൾ ഇടാത്തത്. ഇതിലേക്ക് കൂടുതൽ ആളുകൾ അപേക്ഷിച്ച് കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഒക്കെ ഇടാവുന്നതാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഉള്ള വീഡിയോസിൻ്റെ മാത്രമാണ് നമ്മൾ അധികവും ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇടാറുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കണം. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. നിങ്ങൾ നല്ല സപ്പോർട്ട് തരികയാണെങ്കിൽ കൂടുതൽ സമയം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇതിലിടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആവറേജ് ഡ്യൂറേഷൻ 1 മിനിറ്റും, അതായത് 30 അരമണിക്കൂറുള്ള വീഡിയോസൊക്കെ 1 മിനിറ്റൊക്കെയാണ് മാക്സിമം കാണുന്നത് ആവറേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നമ്മൾ എവിടെ എത്തുന്നില്ല, താഴോട്ട് പോവാണ് അതിൻ്റെ ഗ്രാഫൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അതിലൂടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.